യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഉത്തര കൊറിയൻ സൈനികരെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അവർക്ക് മതിയായ വ്യോമസംരക്ഷണമോ റഷ്യൻ സൈന്യത്തിന്റെ പിന്തുണയോ ഇല്ലാതെയാണ് യുക്രൈനെതിരെ പോരാടാൻ മുൻനിരയിൽ വിന്യസിച്ചിരിക്കുന്നത്. പിടിക്കപ്പെടുമെന്ന ഭയം കാരണം പലരും കീഴടങ്ങുന്നതിന് പകരം ആത്മഹത്യ ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിനു പിന്നാലെ റഷ്യൻ സൈന്യം ഉത്തര കൊറിയൻ പട്ടാളത്തെ അപകടകരമല്ലാത്ത സ്ഥാനങ്ങളിലേക്ക് പുനർവിന്യസിച്ചു. യുക്രൈനിലെ സ്ഥിതി ഇപ്പോഴും വളരെ മോശമായി തന്നെ തുടരുകയാണ്. റഷ്യൻ സൈന്യത്തിന്റെ നിരവധി സൈനികർ നഷ്ടപ്പെട്ടിട്ടും അവർ സാവധാനം യുക്രൈനിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യുക്രൈനെ നിലംപരിശാക്കുക എന്ന ഒറ്റ ഉദ്ദേശമേ അവർക്കുള്ളൂ. അതിനുവേണ്ടി കൂട്ടുപിടിച്ചതാകട്ടെ ഉത്തര കൊറിയയെയും. പോരാട്ടം തുടരാൻ ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ടെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും പടിഞ്ഞാറിനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് പുടിന്റെ തന്ത്രപ്രധാനമായ നീക്കം. യുക്രൈൻ നാറ്റോയിൽ നിന്ന് പിൻവാങ്ങുക, സൈന്യത്തെ കുറയ്ക്കുക, വ്യോമസേനയെ ഇല്ലാതാക്കുക, ആണവ അഭിലാഷങ്ങൾ ഉപേക്ഷിക്കുക എന്നിവയാണ് റഷ്യയുടെ നിബന്ധനകൾക്ക് വിധേയമായി യുക്രൈനിന് സമാധാനം കൈവരിക്കുന്നതിന് പുടിൻ ഒരുക്കുന്ന വ്യവസ്ഥകളിൽ ചിലത്. എന്നാൽ കഠിനമായ പരാജയത്തിന്റെ വക്കിലെത്തിയിട്ടും യുക്രൈൻ ദൃഢനിശ്ചയത്തോടെ യുദ്ധം തുടരുന്നു. എല്ലാത്തിനുമൊരു അറുതി വരുമെന്ന പ്രതീക്ഷയോടെ യുക്രൈൻ ശക്തമായ പ്രതിരോധത്തിലാണ്. പ്രതിരോധത്തിനിടെ യുക്രൈൻ തങ്ങളുടെ സൈന്യത്തെ പുനർനിർമ്മിക്കാൻ പാടുപെടുകയാണ്. പലരും രാജ്യം വിട്ട് പലായനം ചെയ്തു. ട്രംപ് ഭരണകൂടത്തിന്റെ അനിശ്ചിതത്വവും അന്താരാഷ്ട്ര സഹായത്തിന്റെ അഭാവവും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി. വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും ഇടിഞ്ഞുകൊണ്ടിരുന്ന റൂബിളിന്റെ മൂല്യവും കാരണം റഷ്യൻ സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധി നേരിടുകയാണ്. എണ്ണവില കുറയുമ്പോൾ പുടിൻ യുദ്ധം അവസാനിപ്പിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇത് കാരണമായി. യുക്രൈൻ ക്ഷീണിതനാകുന്നതിനു മുമ്പ് ഉപരോധങ്ങൾ റഷ്യയെ ബാധിക്കുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായി കൂടിക്കാഴ്ച നടത്തുകയും യുക്രൈന് ആയുധങ്ങളും ധനസഹായവും ഉൾപ്പെടെയുള്ള കൂടുതൽ സഹായം നൽകുന്നതിന് ഇരുവരും ചർച്ച ചെയ്തു. യുക്രൈനിനുള്ള സ്റ്റാർമറിന്റെ പിന്തുണ സ്വാഗതാർഹമാണ്. എന്നാൽ ട്രംപിന്റെ നയങ്ങളുടെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ യുക്രൈനിന് തങ്ങളുടെ പ്രതിരോധം നിലനിർത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിലായിരിക്കും ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റഷ്യയുടെ ആക്രമണത്തിനെതിരെ രാജ്യത്തിന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നതിന് ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഉൾപ്പെടെ യുക്രൈന് കൂടുതൽ സഹായം നൽകുന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ പ്രധാനമായും കേന്ദ്രീകരിച്ചത്. അതിൽ ബ്രിട്ടനിൽ നിന്നും യുക്രൈനിന് ലഭിക്കുന്ന ഹ്രസ്വകാല ആനുകൂല്യങ്ങൾ പരിശോധിച്ചാൽ ഇന്ധനം, മെഡിക്കൽ സപ്ലൈസ്, ശൈത്യകാല വസ്ത്രങ്ങൾ, ജനറേറ്ററുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ യുക്രൈനിന് ഉടനടി പിന്തുണ ലഭിക്കുമെന്നതാണ്. പ്രതിരോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സമ്പദ്വ്യവസ്ഥ പുനർനിർമ്മിക്കുന്നതിനും യുക്രൈനിന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതായിരിക്കും. നാറ്റോയുമായി പൂർണ്ണമായ പ്രവർത്തനക്ഷമത കൈവരിക്കുന്നതിലേക്ക് യുക്രൈൻ അടുക്കും. ഇത് യുക്രൈൻ സൈന്യത്തിന് നാറ്റോയുമായി സഹകരിക്കുന്നതിന് പ്രാപ്തമാക്കും. കൂടുതൽ ഫലപ്രാപ്തി, ഉത്തരവാദിത്വം, സുതാര്യത എന്നിവ പ്രോത്സാഹിപ്പിക്കും. തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണവും സമ്പദ്വ്യവസ്ഥയുടെ വികസനവും ഉൾപ്പെടെയുള്ള വീണ്ടെടുക്കലിനും പുനർനിർമ്മാണത്തിനും യുക്രൈനിന് പിന്തുണ ലഭിക്കും. യുക്രൈന്റെ പ്രതിരോധ സുരക്ഷാ സ്ഥാപനങ്ങൾ പരിവർത്തനത്തിന് വിധേയമാകും. സുരക്ഷ നൽകുന്നതിനും രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള അവരുടെ ശേഷി ശക്തിപ്പെടും. എന്നിവയാണ് യുക്രൈനുണ്ടാകുന്ന ദീർഘകാല നേട്ടങ്ങൾ. മൊത്തത്തിൽ പ്രധാനമന്ത്രി സ്റ്റാർമറും സെക്രട്ടറി ജനറൽ റൂട്ടയും തമ്മിലുള്ള ചർച്ചകൾ യുക്രൈനിന് അടിയന്തര ഘട്ടത്തിൽ പിന്തുണയ്ക്കാനുള്ള നാറ്റോയുടെയും സഖ്യകക്ഷികളുടെയും ശക്തമായ പ്രതിബദ്ധതയാണ് ഇവിടെ പ്രകടമാകുന്നത്. അതേസമയം ആത്യന്തികമായി യുക്രൈനിലെ സംഘർഷം ദിനംപ്രതി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോള സുരക്ഷയ്ക്കും ഭൂരാഷ്ട്രീയത്തിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഇവ സൃഷ്ടിക്കുക.